السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا. റവാഹു അബൂ ദാവൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന് ഉറപ്പ് നൽകുന്ന പലവിധം ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജാമ്യം നിൽക്കുന്ന ആൾക്കാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടതായി കണ്ടു. ജാമ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു സംഗതിയുടെ ഉത്തരവാദിത്വം ആരാണോ ഏറ്റെടുത്തത്, അല്ലെങ്കിൽ പങ്ക് ആരാണോ പറ്റിയിട്ടുള്ളത്, അതേപോലെ തത്തുല്യമായി അയാളിൽ നിന്ന് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളോ അത് അടയ്ക്കാതെ വരികയോ എടുക്കാതെ വരികയോ ചെയ്താൽ അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ഒരാൾ ജാമ്യം നിന്നാൽ, ഇനി അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ജാമ്യം നിന്ന വ്യക്തിയെ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കടക്കാരൻ കൂട്ടിയിട്ടില്ലെങ്കിലും ഞാൻ തരാം എന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിനോ ബാങ്കിനോ ലോണിനോ കാറിനോ വീടിനോ ഒന്നുമല്ല ജാമ്യം നിന്നത്. പിന്നെന്തിനാ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യവുമല്ല. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ ഫീ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. റബൾ എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗം എന്നും നടു എന്നൊക്കെ പറയും. സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലെങ്കിൽ ചുറ്റുഭാഗത്ത് ഏറ്റവും നല്ല രൂപത്തിൽ എല്ലാ ഭാഗത്തേക്കും തുല്യമായ രൂപത്തിലുള്ള ഒരു സ്പോട്ടിൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് തരാം എന്ന് റസൂലുള്ള പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിന് ഉപാധിയായിട്ട് പറഞ്ഞത് ലിമൻ തറക്കൽ മിറാ, തർക്കം ഉപേക്ഷിക്കുക. തർക്കങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന മക്കളിൽ അവരുടെ നിയന്ത്രണത്തിൽ കഴിഞ്ഞു പോകുന്ന കാലം അത്രയും അൽഹംദുലില്ലാഹ് റാഹത്താണ് എന്ന് പറയാം. എന്നാൽ മാതാപിതാക്കളോളം ഉയരം വന്നു ഏകദേശം അതിന് മാത്രം ശാരീരികമായി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരിൽ നിന്നാകുന്ന സ്വഭാവ ദൂഷ്യമാണ് ശബ്ദിക്കുക എന്നുള്ളത്, കലഹിക്കുക. അപ്പം മുതിർന്ന മാതാപിതാക്കൾ, അയൽപക്കക്കാരും നാട്ടുകാരും തറവാട്ടുകാരും ഒക്കെ ആൾക്കാർ അവനാൻ്റെ ഉള്ളിലുള്ളത് അണ്ണാക്കിൽ പഴുത്താൽ വിഴുങ്ങുക എന്ന് പറഞ്ഞ പോലെ നാട്ടുകാരെ കൊണ്ട് കേൾപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിശബ്ദരാകും. അതാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ ഏറ്റവും വലിയ ദോഷവും ദൂഷ്യവും. അത് മുതലെടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് തനിക്ക് പറ്റിയില്ല കണ്ട ഉടനെ ഷൗട്ട് ചെയ്യും. മാതാപിതാക്കൾ നിശബ്ദരാകും. പിന്നെ അവൻ്റെ തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയും. എന്നാൽ ചില കാര്യങ്ങളിൽ അനിവാര്യമായും ആവശ്യമായും തർക്കങ്ങൾ ആവശ്യമായും അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ അതൊക്കെ. അതല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് തോറ്റു കൊടുത്താൽ സംഗതി സുന്ദരമാകും. ബന്ധങ്ങൾ തകരാതിരിക്കാനും മറ്റു പ്രയാസങ്ങളില്ലാതിരിക്കാനും ഭൗതികമായ ലോകത്ത് തൻ്റെ അടുക്കലാണ് ശരിയെങ്കിൽ പോലും, ഉദാഹരണമായി ഭാര്യയും ഭർത്താവും തമ്മിലൊരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാരണത്തിൽ ഭർത്താവും വിട്ടുകൊടുക്കൂല ഭാര്യയും വിട്ടുകൊടുക്കൂലെങ്കിലോ വലിയ പ്രശ്നമാവും. എന്നാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടും ബുദ്ധിമാനായ ഭർത്താവ് ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുത്താൽ വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. കാരണം ദാമ്പത്യം സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത്തരം രംഗത്തൊക്കെ നിലപാട് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ പരലോകത്തിന്റെ കാര്യം, സ്വർഗത്തിന്റെ കാര്യം എന്നിവയിൽ നിന്ന് മുന്നിൽ അവ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം തർക്കങ്ങളിൽ നിന്നും കുതർക്കങ്ങളിൽ നിന്നും മാറി നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്കൻ. എൻ്റെ അടുത്താണല്ലോ ശരി, എൻ്റെ അടുത്ത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് റോട്ടിൽ കണ്ടില്ലേ വാഹനങ്ങളൊന്നും വരുതിയാൽ, സൈക്കിളിൽ നിന്ന് പോയാൽ, അയൽവക്കക്കാരൻ്റെ മരത്തിന്റെ കൊമ്പൊന്ന് ചാഞ്ഞാൽ, ഭാര്യ കൊണ്ടുവന്ന കറിയിൽ ഉപ്പരൽപ്പായാൽ അതിങ്ങനെ തർക്കിച്ച് കലഹിച്ച് വർത്താനം പറഞ്ഞ് പിന്നെ വാപ്പാക്ക് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് അവസാനം കുടുംബ ബന്ധം തന്നെ ഇല്ലാതെയായി പോകുന്ന അവസ്ഥ. ഇവിടെയൊക്കെ റസൂലുള്ള പറഞ്ഞു ആ തർക്കം അങ്ങോട്ട് മാറ്റിവെച്ചേക്കും, തൽക്കാലം ഒന്ന് തോറ്റു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഒതുങ്ങി നിന്നേക്ക്, പ്രശ്നങ്ങൾ അവസാനിക്കും. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനനുസരിച്ച് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഒരിടം നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ ഇത് എളുപ്പമല്ല എന്നുള്ളത് വേറൊരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ സബറും അതേപോലെ തന്നെ കരുതലുമുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരം കാര്യങ്ങളിലൊക്കെ മികച്ചു നിൽക്കാൻ കഴിയുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മികവ് കാണിക്കാൻ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാവിധ പാകപ്പിഴവുകളും പരിഹരിച്ച് അല്ലാഹു അവ മറച്ചുവെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാഗം താഴ്ന്നിരിക്കാൻ ഉതകുന്ന രൂപത്തിൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ ഖൈറും ബറക്കത്തും വർഷിച്ച അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും മാറ്റിവെച്ച് അഫ്ദല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.